നമസ്കാരം. ടാറ്റ മോട്ടോഴ്സ് വളരെ ശക്തമായിട്ട് തന്നെ മാർക്കറ്റ് പിടിക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം മഹീന്ദ്രയിൽ നിന്നും എം ജിയിൽ നിന്നൊക്കെ എക്സ്പെഷ്യലി ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിൽ നല്ല കോമ്പറ്റീഷനുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ MD ശൈലേഷ് ചന്ദ്ര അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഓരോ സെഗ്മെൻറ്റിലും ഞങ്ങൾ 2 വാഹനങ്ങൾ വീതം ഇറക്കും എന്നുള്ളതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലുള്ള SUV വാഹനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 2025 ആകുമ്പോഴത്തേക്കും 10 പാസഞ്ചർ ഇലക്ട്രിക് വാഹനങ്ങൾ ടാറ്റ മോട്ടോഴ്സ് ഇറക്കും എന്നുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഹാരിയർ.EVയുടെ സക്സസ് നോക്കിയിട്ടായിരിക്കും സഫാരി എന്ന് പറയുന്ന വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഹാരിയറിൻ്റെ ഒരു 7 സീറ്ററിൻ്റെ ഇലക്ട്രിക് വേർഷൻ കൊണ്ടുവരുന്ന കാര്യം അവർ ആലോചിക്കുകയുള്ളൂ. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവരാൻ പോകുന്ന 10ാമത്തെ ഇലക്ട്രിക് വാഹനം ഇതാകുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. എന്നാലും ഈ ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. ഈ ഒരു വാഹനം സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിൻ്റെ കോഡ് നെയിം എന്ന് പറയുന്നത് സ്കാർലെറ്റ് എന്നാണ്. ടാറ്റ നെക്സോണിൻ്റെ താഴെയും പഞ്ചിൻ്റെ മുകളിലും പ്ലേസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റ സിയറയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും ടാറ്റയുടെ സ്കാർലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു നെയിം പ്ലേറ്റിൽ വരുന്ന വാഹനം. ഈ വാഹനം സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലാണ് വരുന്നത്. ഇലക്ട്രിക്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിൽ വന്നതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. കാരണം ഇലക്ട്രിക്കിന് നിലവിൽ അത്തരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയിപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICE വേർഷനിലേക്ക് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും 4 മീറ്ററിന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചാൽ ടാറ്റ സിയറയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു വാഹനം എന്ന് തന്നെ പറയാം. എന്നാൽ ടാറ്റ സിയറയുടെ അത്ര വലിപ്പമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഒരു ബോക്സി ഷേപ്പ് വാഹനമായിരിക്കും. നെക്സോണിൻ്റെ താഴെ, അത് മാത്രമല്ല പഞ്ചിൻ്റെ മുകളിൽ, ആ ഒരു രീതിക്കായിരിക്കും ഈ ഒരു വാഹനം പ്ലേസ് ചെയ്യുന്നത്. മിക്കവാറും ഇതിൻ്റെ വില നെക്സോണുമൊക്കെ ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ജിംനിയോടും ഥാറിനോടും ഒക്കെ ആയിരിക്കും ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ മോണോകോക്ക് ചേസിസിലാണ് അല്ലെങ്കിൽ മോണോകോക്ക് ഷാസിയിലാണ് ഈ ഒരു വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇതിനൊരു ലൈഫ് സ്റ്റൈൽ വാഹനമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനവുമായിട്ടും നമുക്ക് കൊണ്ടു നടക്കാം. അതായത് ഒക്കേഷണലായിട്ട് ഓഫ് റോഡൊക്കെ പോകേണ്ട ആൾക്കാർക്ക് ഈ ഒരു വാഹനത്തെ ഉപയോഗിക്കാം. മോണോകോക്ക് ചേസിസിൽ അല്ലെങ്കിൽ മോണോകോക്ക് പ്ലാറ്റ്ഫോമിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റിക്ക് കുറവൊന്നും ഉണ്ടാകില്ല എന്നാണ് അർത്ഥമാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് വരുന്ന എൻജിൻ എന്ന് പറയുന്നത് ഇപ്പോൾ നെക്സോണിൽ കാണുന്ന 120 BHP പവറുള്ള 1.2 ടർബോ പെട്രോൾ എൻജിൻ തീർച്ചയായിട്ടും വരുന്നുണ്ടായിരിക്കും. പിന്നെ കർവിലുള്ള 125 BHP, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ആ ഒരു എഞ്ചിനും അത് മാത്രമല്ല ടാറ്റ പുതിയതായിട്ടൊരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ആ ഒരു എഞ്ചിനും ഈ ഒരു വാഹനത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾ വീൽ ഡ്രൈവിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും. ഇലക്ട്രിക്കിൻ്റെ കേസിലേക്ക് നോക്കുമ്പോഴാണ് ഈ ഓൾ വീൽ ഡ്രൈവ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ CE വേർഷനിൽ ഓൾ വീൽ ഡ്രൈവ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉണ്ടാവുക എന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തായാലും ഓൾ വീൽ ഡ്രൈവ് വരാൻ പോകുന്നത് ഇലക്ട്രിക്കലായിരിക്കും. പെർമനൻറ്റ് സിങ്ക്രണൈസർ മാഗ്നറ്റിക് മോട്ടറായിരിക്കും പിന്നിൽ വരുന്നത്. ഫ്രണ്ടിൽ ഇൻഡക്ഷൻ ടൈപ്പ് ഓഫ് മോട്ടറായിരിക്കും. അതാണ് കൂടുതൽ സാധ്യത. പിന്നെ ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം മാത്രമല്ല ടാറ്റ മോട്ടോഴ്സിൻ്റെ പൈപ്പ് ലൈനിലുള്ളത്. 2 വാഹനങ്ങൾ കൂടി തീർച്ചയായിട്ടും ഉണ്ട്. ഈ 2 വാഹനങ്ങൾ എന്ന് പറയുന്നത് രണ്ടും സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ടാർഗറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ, അതായത് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് കാറുകൾ കൊണ്ടുവന്ന് മാർക്കറ്റ് പിടിക്കുക എന്നുള്ളതാണ്. MGയുടെ എപ്പ്, അതായത് ബൗജിങ്ങിൻ്റെ എപ്പ് എന്ന് പറയുന്ന വാഹനമൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന 2 വാഹനങ്ങളും, അതായത് സ്കാർലെറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന 2 വാഹനങ്ങൾ, അതിൻ്റെ പേര്, ഒന്നിൻ്റെ പേര് കുനോ എന്നാണ്, മറ്റൊന്നിൻ്റെ പേര് ടെറ എന്നാണ്. അപ്പോൾ വളരെ ഫണ്ണി ആയിട്ടുള്ള നെയിമുകളാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ 2 വാഹനങ്ങളും 4 മീറ്ററിന് താഴത്തേക്കാണ്. 2 വാഹനങ്ങളും ഇലക്ട്രിക്കാണ്. പക്ഷേ സ്കാർലെറ്റിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ICE വേർഷനിലും വരുന്നുണ്ടായിരിക്കും, ഇലക്ട്രിക്കിലും വരുന്നുണ്ടായിരിക്കും. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ 2025 ആകുമ്പോഴത്തേക്കും 10 കാറുകൾ അല്ലെങ്കിൽ 10 ഇലക്ട്രിക് കാറുകൾ അവർ കൊണ്ടുവരുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 10ാമത്തെ വാഹനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടാറ്റയുടെ സഫാരി.EV ആയിരിക്കും. കാരണം ഹാരിയറിന് എങ്ങനെയാണ് ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഹാരിയറിൻ്റെ EVക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ നിന്നുള്ളൊരു പ്രതികരണം, അതവർ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുന്നുണ്ട്. ജൂലൈ 2 മുതലുള്ള ബുക്കിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ 10,000 ബുക്കിംഗ് ക്രോസ് ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു പ്രിമാ ഫേസിലുള്ള ഇൻഫർമേഷനാണ്. ഇത്തരത്തിലുള്ള കോണ്ടൻറ്റും ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം. നന്ദി, നമസ്കാരം.